ഫാമിലി എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ നിങ്ങളുടെ മോഡൽ എക്സാം? എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തോ? നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആണല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങളുടെ ഈ ഒരു എക്സാമിൻ്റെ പെർഫോമൻസിൽ? അപ്പോൾ നിങ്ങളൊക്കെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലെവലിൽ സാറ്റിസ്ഫാക്ഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മിസ്സിന് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആ കമൻസിലൊന്ന് പറഞ്ഞേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു റേറ്റിംഗ് ഇട്ടേ, നിങ്ങൾ നന്നായിട്ടാണോ എഴുതിയത്, അല്ലെങ്കിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, ഇതേപോലെ തന്നെ ഞാൻ പബ്ലിക് എക്സാമിന് എഴുതിയാൽ മതിയോ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് ഒരു റേറ്റിംഗ് ഇട്ടേ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊന്ന് സ്റ്റാർ കൊടുത്ത് എത്ര സ്റ്റാർ നിങ്ങൾക്ക് കിട്ടും നോക്കട്ടെ, എത്ര പേര് നന്നായിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ, എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യണം, ഞാൻ കംപ്ലീറ്റ് മാറ്റി പിടിക്കേണ്ട സമയമായിരിക്കുന്നു, ഇനി ഇങ്ങനെ ഇതുപോലെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് മിസ് ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ കമൻസിലൊന്ന് പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കും കിട്ടും എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിനി മാറ്റി പിടിക്കേണ്ട സമയമാണോ എന്നുള്ളതല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ കമൻസിലൊന്ന് പറയാം. ഇപ്പം നിങ്ങളിപ്പോൾ പല ടൈപ്പ് കമൻസ് ആയിരിക്കും വരിക, മിസ്സിന് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു മിക്സഡ് ആയിട്ടുള്ള കമൻറ്റ് ബോക്സ് ആയിരിക്കും മിസ് കാണാൻ വേണ്ടി പോകുന്നത്. പലരും പറയും മിസ്സേ ഞാൻ സെറ്റാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ആ A+ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ തന്നെ ഞാൻ പോയാൽ മതി, ഇനി ഒരു മാറ്റവും വേണ്ട എന്നുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഏകദേശം മിസ്സേ കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവും അല്ലേ. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ അയ്യോ പോരാ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കിട്ടുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ മിക്സഡ് ആയിട്ടിരിക്കുന്ന ഇമോഷൻസ് ആയിരിക്കും മിസ് കാണാൻ വേണ്ടി പോകുന്നതെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് മിസ്സിനായിട്ട്, നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമുക്ക് പലർക്കും ബോധോദയം ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഒരു എക്സാം നിങ്ങൾ ഇതുവരെ നിങ്ങൾ 10th പഠിച്ച അതേ പാറ്റേണിലൊക്കെ ആയിരിക്കും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതിനേക്കാളും കുറച്ച് ഹയർ ലെവലാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ +1 +2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഈ എക്സാമിൽ നിങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതുവരെ പോയ പോലെ അല്ല പഠിക്കേണ്ട, കുറച്ചുകൂടെ മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് എന്ത് ചെയ്യുക നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ വേണം. അപ്പോൾ നിങ്ങൾ പലരും ഓൾറെഡി ഈ തീരുമാനം എടുത്തിട്ടുണ്ടാവും. നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കോ ഈ ഒരു എക്സാമിൽ നിന്ന് നമ്മൾ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ആ ഒരു സെക്കൻഡ് മുതൽ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ പോയാൽ പോരാ, ഇനി എന്ത് ചെയ്യണം, ഇനി അടുത്ത എക്സാം മുതൽ നന്നായിട്ട് പഠിക്കണം, ഇനി മെയിൻ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ഊഹിക്കാവുന്നതേ ഉള്ളൂ മിസ്സിന്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്തകൾ പോവുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇനി +1 കഴിഞ്ഞു, ഇനിയിപ്പോൾ +2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു വർഷം നിങ്ങളുടെ മുന്നിൽ എന്താ നീണ്ടു നിവർന്ന് കിടക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു വർഷം ഞാൻ വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല, കാരണം എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ എന്താ ആ ഒരു വർഷത്തിന് കഴിവുണ്ടല്ലേ നിങ്ങളുടെ ഫ്യൂച്ചർ. കാരണം നിങ്ങൾ ഇനി പഠിക്കാം, എത്ര മുകളിലോട്ട് പഠിക്കുന്നോ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഈ +1 +2 ആണല്ലേ. അപ്പോൾ ആ ബേസ് നന്നായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നല്ല രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് ഓരോന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നിങ്ങളുടെ +2 നിങ്ങൾ നന്നായിട്ട് കിടിലനായിട്ട് പഠിക്കണം, എന്നാലേ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഉറച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കൈ പിടിച്ച് നടത്താനായിട്ട് ഒരു കുഞ്ഞു കൈ ആയിട്ട് നമ്മളും കൂടെ വരുന്നുണ്ട്, നിങ്ങളെ പിടിച്ച് നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്താലും വേറൊരു ഫാക്റ്റും കൂടെ ഉണ്ട്, നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ പറയണം നമ്മൾ കൂടെ ഉണ്ട്, പഠിക്കാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. ഇപ്പം നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ വീണെന്നിരിക്കുക, ആ വീണ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എണീക്കണമെങ്കിൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് അവിടുന്ന് പൊക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അല്ലാതെ എത്ര പേര് നിങ്ങളെ വന്ന് നീ കയറിക്കോ അല്ലെങ്കിൽ എണീറ്റോ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ സെൽഫായിട്ട് എടുക്കാതെ, ഒരു തീരുമാനം എടുക്കാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്കതിന്ന് മാറ്റം വരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ സെറ്റാണ്, ഒരു വലിയൊരു പ്ലാനുമായിട്ട് ഞങ്ങൾ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കട്ടയ്ക്ക് കൂടെ നിൽക്കണമെങ്കിൽ അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എക്സാമിൻ്റെ ഒരു പേടിൻ്റെ പുറത്തെടുത്ത് തീരുമാനമായി പോകരുത്, നന്നായിട്ട് പഠിക്കും, +2 നന്നായിട്ട് ക്രാക്ക് ചെയ്യുന്നുള്ളത്.
അതല്ലാതെ എന്ത് ചെയ്യണം, അത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ ത്രൂ ഔട്ട് 1 ഇയറിൽ കാണണം. തുടക്കത്തിൻ്റെ ആവേശം മാത്രമായി പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് എക്സാം വിന്നർ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി സെറ്റായിട്ട് നിങ്ങളുടെ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. എക്സാമിൻ്റെ സമയമാകുമ്പോഴായിരിക്കും പലരും എന്ത് ചെയ്യുന്നത്, ഓടി നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടാവുക നമ്മളിൽ വിശ്വസിച്ചിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ 1 ഇയറിൽ ഒരു പ്ലാന് വരുന്നുണ്ട്, നമ്മുടെ ഒരു കോഴ്സ് വരുന്നുണ്ട് 1 ഇയറിലേക്ക്. മറ്റൊന്നുമല്ല, ആ കോഴ്സ് നമ്മുടെ ജ്വാല ബാച്ചാണ്. ഇപ്പോൾ പല കുട്ടികളും ഞാൻ വീഡിയോ പറയുമ്പോൾ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി നമ്മുടെ ജ്വാല ബാച്ച് അറിയുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അറിയാത്ത കുഞ്ഞുങ്ങൾക്കായിട്ടാണ് നമ്മുടെ 1 ഇയർ +2ൻ്റെ ബാച്ചാണ് നമ്മുടെ ജ്വാല ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആ ജ്വാല ബാച്ച് എന്ന് പറയുന്നത് എന്താ, വെറുതെ ഒരു ബാച്ച് മാത്രമല്ല, അതിൽ മുഴുവൻ നിങ്ങൾക്ക് വേണ്ട കണ്ടൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ട, ഒരു വർഷത്തേക്ക് ഏറ്റവും മികച്ച സ്കോറിൽ ഒരു കുട്ടീനെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം എന്തിലുണ്ട്, നമ്മുടെ ജ്വാല ബാച്ചിലെ ആ കണ്ടൻസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻസ് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം എന്താ, നമുക്ക് അങ്ങനെ ഇങ്ങനെയും പാസ്സാവുന്നതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളിൽ എല്ലാവർക്കും നല്ല മാർക്കോട് കൂടിയിട്ട് നല്ല A+ കിട്ടണം എന്നുള്ള, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മുടെ കണ്ടൻസ് മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ വരുന്ന കണ്ടൻസ് എന്ന് നമുക്ക് നോക്കിയാലോ. എന്തൊക്കെയുണ്ട് അതിൽ? റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒറ്റയടിക്ക് ലൈവിലൂടെ കേട്ട് പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടാവും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്നുള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലുള്ളതാണ് ലൈവ് ക്ലാസ്സുകൾ അല്ലേ. ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്ന് തന്നെ എന്ത് ചെയ്യും, ഒരുമിച്ച് അങ്ങ് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് ചോദിക്കുകയും ചെയ്യാം. ഇനി എന്താണുള്ളത്, ഇനി ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ PDF ക്ലാസ് നോട്ട്സ്, നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ നോട്ട്സ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ എന്താണ്, നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തുണ്ട്, PYQ സൊല്യൂഷൻസ് വരുന്നുണ്ട്, മോഡൽ എക്സാംസ് വരുന്നുണ്ട്, ചാപ്റ്റർ വൈസ് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സസ് മാത്രമല്ല, തിയറിക്ക് മാത്രമല്ല, പ്രാക്ടിക്കലിന് എന്തുണ്ട്, ഒരു അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ബാച്ച് വരുന്നത്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യം, ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, മോഡൽ എക്സാംസ് വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴെന്താ, നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്താ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയട്ടെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 5,999 രൂപയ്ക്കാണ്. ഇത്രയും കണ്ടൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് കളയരുത്. പിന്നെ വേറൊരു കാര്യം മിസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 1000 പേർക്ക്, അതായത് സീറ്റ് ബുക്ക് ചെയ്യുന്ന 1000 പേർക്ക് എന്തുണ്ട്, നമ്മുടെ ബാച്ചിൻ്റെ നോട്ട്സ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ PDF നോട്ട്സ് അല്ലാതെ നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്, ബുക്സ് ഉണ്ട്. ആ ബുക്സ് ആദ്യത്തെ 1000 പേർക്ക് സീറ്റ് ബുക്ക് ചെയ്യുന്ന, ഈ ഫീസ് പറഞ്ഞ് സീറ്റ് ബുക്ക് ചെയ്യുന്ന 1000 പേർക്ക് എന്താണ്, അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ആദ്യത്തെ 1000 പേരിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കഴിഞ്ഞ പാട് നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ സീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, വേറൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ +1 കുഞ്ഞുങ്ങളാണ്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ച് എടുക്കുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, +2ൻ്റെ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ, നമ്മുടെ +1ൻ്റെ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും, അതായത് ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. 1000 രൂപയുടെ കോഴ്സാണ്. അതും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ബുക്സും വരുന്നുണ്ട് ആദ്യത്തെ 1000 പേർക്ക്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി വാങ്ങാമെന്ന് നമ്മൾ പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു വെടിക്ക് 2 കക്ഷികളാണ് നിങ്ങളുടെ, 2 അല്ല 3 കക്ഷികളാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഓഫറല്ല, വലിയ ഓഫർ തന്നെയാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട് തീർന്ന ഉടനെ എന്ത് ചെയ്യുക, ഇതിലേക്ക് വിളിച്ചിട്ട് നിങ്ങളെ സീറ്റ് ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇനി വരുന്ന ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതുപോലെ നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത വർഷം നിങ്ങൾ ഇതുപോലെ ആകരുത്. ഇതേപോലെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ ഞാൻ പോരാ, ഞാൻ ശരിയായില്ല എന്നുള്ള ഒരു സങ്കടത്തോടെ ആവരുത് നിങ്ങളുടെ അടുത്ത വർഷം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു വർഷം ഇപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. അടുത്ത വർഷം നിങ്ങൾ +2 പഠിക്കുന്നത് എന്താ, ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, എങ്ങനെ പ്ലാൻഡ് ആയിട്ടൊരു കാര്യം ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ
നമ്മുടെ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇതിൽ താഴെ പോകുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നിങ്ങളുടെ അടുത്ത വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാൻ വേണ്ടി പറ്റും. മിസ് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്താലും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ വേണമെന്ന് മിസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം വെറുതെ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ത്രൂ ഔട്ട് ആ 1 ഇയർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ നിങ്ങളെ സെൽഫായിട്ട് ഓക്കെ ചെയ്യണം, ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മോട്ടിവേഷനിലൂടെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മിസ് മാറി നിന്നേരാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മക്കളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പർ സേവ് ചെയ്തിട്ട് ഇപ്പം തന്നെ കോൾ ചെയ്തിട്ട് ആദ്യത്തെ 1000 പേരിലുള്ള ഒരാളായി കഴിഞ്ഞാൽ നമുക്ക് ബുക്സും ഫ്രീ ആയിട്ട് കിട്ടില്ലേ. അപ്പോൾ എന്താ സന്തോഷമുള്ള കാര്യമല്ലേ, ഒരു സന്തോഷമുള്ള വാർത്തയല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.